ഇന്നത്തെ പൊതിച്ചോറങ്ങ് കണ്ടാലോ? വാഴയില വെട്ടിക്കൊണ്ട് വന്ന് ചോറ് അങ്ങോട്ടിട്ട് ചൂട് ചോറാണ്. ഇന്ന് ഞാൻ മക്കൾക്ക് കൊടുക്കണ്ട, ഇത് പകരം 2 പേർക്ക് കൊടുക്കുവാണേ. അപ്പോൾ ഒരാടെ ഇതേ കാണിക്കുന്നുള്ളൂ, കറിയെല്ലാം ഒരുപോലത്തെ ആയതുകൊണ്ട്. പിന്നെ പയറ് തോരനാണേ, ഒടിയൻ പയർ നന്നായിട്ട് തോരൻ വെച്ച് ഞാൻ ഈ ഉണ്ടമുളക് ഇട്ടാ തോരൻ വെച്ചേക്കുന്നത്. അതായത് ഈ വെളുത്തിരിക്കുന്നത്. അത് കൂടാതെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വട്ടത്തിൽ അരിഞ്ഞ് ചെയ്തതാണേ. ഇത് വെണ്ടയ്ക്ക നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ ഇനി ഒരു ദിവസം ഇടുന്നുണ്ട്. ഈ കാണുന്ന സമയം കൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കൂടെ ഒന്ന് ചെയ്തേക്കണം. എല്ലാവരും ചെയ്യുന്നുണ്ട്, എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക. പിന്നെ ഒരു മീൻ വറുത്തത് വെച്ച്, ഇതിലെ തക്കാളി വെച്ച് ഞാൻ ഒരു രസം വെച്ച് വീഡിയോ ഇട്ടില്ലായിരുന്നേ, അതിപ്പം മക്കൾക്ക് മിക്കവാറും അമ്മ അത് വെച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ കറിയും വെച്ചു. ഇത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാൻ സ്റ്റീൽ പാത്രമാക്കി. പക്ഷേ നമ്മളിത് ഓരോരുത്തർക്കും കൊടുക്കുമ്പോഴേ ഈ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ എങ്ങനെ ഈ പാത്രം കൊണ്ടുതരും? ഇന്നിപ്പോൾ കൊടുക്കുന്ന അടുത്തുള്ള ഒരാൾക്കായതുകൊണ്ട് പാത്രം തിരിച്ച് കിട്ടുക. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കവറിലാക്കുന്ന. കുപ്പി കൊടുത്താലും എന്നും ഞാൻ ഓരോ കുപ്പികളും തപ്പി പറക്കി കൊടുത്ത് വിടണ്ടേ. പിന്നെ മീൻകറി വെച്ചു, പുളി വെച്ചു. ഇത് അങ്ങോട്ട് ചോറ്. ഈ വാഴയില കണ്ടോ? ഇന്നത്തെ വാഴയില അങ്ങ് പൊട്ടിപ്പോയി. അത്ര കഷ്ടപ്പെട്ടാൽ ഞാനിത് മടക്കി എടുക്കുന്ന കണ്ടോ? പോയാൽ പോയില്ലേ, ഒരാൾക്ക് കൊടുക്കുമ്പോൾ വൃത്തിയായിട്ടൊക്കെ കൊടുക്കണ്ടേ. പിന്നെ ഇന്നലെ ഒരു കൊച്ചു കമൻറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് സ്റ്റീൽ പാത്രം ടിപ്പു സാഹുവിൻ്റെ അവിടെ കിട്ടുമെന്ന്. മര്യാദയ്ക്ക് എനിക്ക് പാത്രത്തിൻ്റെ പൈസ തന്നോണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.